ആദ്യമേ ഈ പ്ലോട്ട് വാങ്ങിച്ചിട്ട് ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഡിസൈനർ ബിൻഷാദിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു 3 ബെഡ്റൂം കിച്ചൺ വീട് വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പ്ലോട്ടിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇതൊരു ബാക്കിലേക്ക് ഈസ്റ്റ് സൈഡിലേക്ക് ഒരു സ്ലോപ്പുള്ള ഒരു പ്ലോട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മുടെ മനസ്സിൽ ഐഡിയ ഉണ്ടായിരുന്നു ആ പ്ലോട്ടിൻ്റെ ആ ഒരു ഷേപ്പ്, നാച്ചുറൽ ആയിട്ടുള്ള ഷേപ്പ്, അതേ ആ സ്ലോപ്പ് അതുപോലെ തന്നെ നിർത്തി അങ്ങനെ ഒരു വീട് പണിയാം എന്നുള്ളതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ബിൻഷാദ് അതിൻ്റെ അകത്ത് കുറച്ചധികം എഫേർട്ട് എടുത്തു. ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ഒരു TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഒരു യൂഷ്വൽ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് TV കാണും, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പാറ്റേൺ പോകുന്നത്. പ്രത്യേകിച്ച് മോർണിംഗ് ടൈംസ് ഒക്കെ നമുക്ക് ഇവിടെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. കാരണം സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് ലൈറ്റ് കയറും, പ്രത്യേകിച്ച് ജാലി കൂടെ ലൈറ്റ് വരുമ്പോഴത്തേനും അത് കുറച്ചും കൂടി നമുക്കൊരു രാവിലെ നല്ലൊരു പോസിറ്റിവിറ്റി ഒക്കെ തരുന്ന അങ്ങനെ ഒരു വൈബാണ് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഞങ്ങളൊരു സെക്കൻഡ് കിച്ചൺ ചെയ്തിട്ടില്ല, എങ്കിലും ഞങ്ങളുടെ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു കിച്ചണാണ്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ പകൽ സമയത്താണെങ്കിലും നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഞങ്ങളുടെ കിച്ചണിലേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് സെർവ് ചെയ്യുന്നതിനും എല്ലാം നല്ല സൗകര്യമുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സ്പോട്ട് ഇതാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ആണെന്ന് തോന്നുന്നു. ഹായ്, ഞങ്ങൾ ഈ സൈറ്റ് ഫസ്റ്റ് വിസിറ്റ് ചെയ്തപ്പോൾ റോഡ് ലെവലിൽ നിന്ന് ഏകദേശം ഒരു 10 അടിയോളം ചെരിഞ്ഞാണ് ഈ പ്ലോട്ട് കിടന്നിരുന്നത്. അപ്പോൾ ക്ലയൻറ്റിന് കണക്കൂട്ടലുണ്ടായിരുന്നു ടോട്ടൽ റീറ്റെയിൻ വാൾ കിട്ടി റോഡ് ലെവലാക്കുക, എന്നിട്ട് മണ്ണ് ഫില്ല് ചെയ്യുക, അതിൻ്റെ മേളിൽ വീട് വയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് വരികയും ചെയ്യും. അപ്പോൾ ഇവരുടെ അടുത്താണെങ്കിൽ ഒരു മിനിമം ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് മുൻനിർത്തി ഞങ്ങളൊരു മറ്റൊരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ അതായത് ബേസ്മെന്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് പുറമേ നോക്കുമ്പോൾ അതൊരു നില വീടായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ അകത്ത് കയറുമ്പോൾ നമുക്ക് സ്റ്റെയർ കേസ് എടുത്ത് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു 2 ബെഡ്റൂം വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു. അപ്പോൾ അത് മാത്രമല്ല, സ്റ്റെയർ കേസിന്റെ ഒരു മിഡിൽ പോർഷനായിട്ട് ലാൻഡിംഗ് സ്പേസിൽ ഞങ്ങളൊരു പുറത്തേക്കുള്ള ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാക്ക് പേഷ്യോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ പ്ലാൻ ചെയ്തത് പോർച്ച്, സിറ്റ് ഔട്ട്, ഗസ്റ്റ് റൂം, ഡൈനിങ് ഏരിയ, കിച്ചൺ, ഒരു 1 മാസ്റ്റർ ബെഡ്റൂം, പിന്നെ കിച്ചണോട് ചേർന്ന യൂട്ടിലിറ്റി സ്പേസ്, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ താഴത്തേക്കാണെങ്കിൽ ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി 2 ബെഡ്റൂം ചൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ക്ലയന്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ എങ്ങനെ വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാനും അതിൻ്റെ ഒരു ഡിസൈനും കണ്ടപ്പോൾ ഇവർക്ക് ഹാപ്പിയായി. പിന്നെ നമ്മൾ അതായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു.